സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ആവേശത്തിലായി LDF. എം സ്വരാജ് സ്ഥാനാർത്ഥിയായതോടെ ആവേശം ഇരട്ടിയായി. CPIM നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനം നഗരത്തിലേക്ക് ആരംഭിച്ചു. DYFI പ്രവർത്തകർ LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡും നഗരത്തിൽ വെച്ചു. നിലമ്പൂർ മണ്ണിനെ ചുവപ്പിച്ച ധീരരക്തസാക്ഷി കുഞ്ഞാലിയുടെ സ്മാരകത്തിൽ നിന്നാണ് ആഹ്ലാദ പ്രകടനം ആരംഭിച്ചത്. CPIM-ന്റെയും LDF-ന്റെയും നേതാക്കൾ പ്രകടനത്തിൽ പങ്കെടുത്തു. യുവജന വിദ്യാർത്ഥി എന്നുള്ളതല്ല, നിലമ്പൂർ ആഗ്രഹിച്ചൊരു സ്ഥാനാർത്ഥിയാണ്. നിലമ്പൂരുകാരനാണ്. നിലമ്പൂരിൽ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള, നിലമ്പൂരിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ മുഖമായി മാറിയ SFI-യിലൂടെ DYFI-യിലൂടെ ഒക്കെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയ, ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായി വന്നിട്ടുള്ള, അതിൻ്റെയൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ള ആ മണ്ണിൽ സഖാവ് സ്വരാജ് വീണ്ടും വരുന്നു എന്നുള്ളത് തീർച്ചയായും സ്വരാജ് സ്ഥാനാർത്ഥിയായതോടുകൂടി തന്നെ ഈ മണ്ഡലം ഇടതുപക്ഷം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ DYFI-യുടെ നേതൃത്വത്തിൽ പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചു. വലിയ തോതിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഈ നാടുമാകെ യുവജന പോരാളിയായിരുന്ന സഖാവ് എം സ്വരാജിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഈ ഒരു മണിക്കൂർ കൊണ്ടുണ്ടായ അനുഭവത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. യുവജന നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ ശക്തമായ അഴിമതിക്കെതിരായിട്ടുള്ള, വർഗീയതക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ സമര പോരാളിയാണ് സഖാവ് എം സ്വരാജ്. 50 കൊല്ലം തുടർച്ചയായി ഈ മണ്ഡലം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധം 33 കൊല്ലത്തെ വികസന മുരടിപ്പിൽ നിന്ന് വികസനം എന്തെന്ന് 9 കൊല്ലം കൊണ്ട് അനുഭവിച്ച ഒരു ജനത സഖാവ് എം സ്വരാജിലൂടെ ഈ പ്രൗഢഗംഭീരമായ വികസനത്തിന് തുടർച്ച നൽകുമെന്ന പ്രഖ്യാപനമാണ്. നാളെ നിലമ്പൂരിലെത്തുന്ന സ്ഥാനാർത്ഥി എം സ്വരാജിന് വമ്പൻ സ്വീകരണമൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് LDF. കൈരളി ന്യൂസ്, നിലമ്പൂർ.